ഐ എം സോ ഹാപ്പി ഫോർ ടുഡേയ്സ് എപ്പിസോഡ്. നമ്മുടെ നെവിന് ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. മണി ടാസ്കിൽ പങ്കെടുക്കാനായിട്ട് ലാലേട്ടൻ ഒരു അവസരം കൊടുത്തു. അപ്പോൾ ആ പണിഷ്മെൻറ്റിൽ ഉള്ള കാരണം നെവിൻ ഒരു മണി ടാസ്കിലും പങ്കെടുത്തിട്ടില്ലായിരുന്നല്ലോ. സോ എനിവേ നൗ ഹി ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു പാർട്ടിസിപ്പേറ്റ്. ആൻഡ് നെവിൻ ചൂസ് ചെയ്തിരിക്കുന്ന കാർ ടാസ്ക് ആണ് കേട്ടോ. എന്തായാലും അത് നന്നായി. അപ്പോൾ കാറിനകത്ത് വെക്കുന്ന എമൗണ്ട് എത്രയാണെന്നുള്ളത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യും എന്നാണ് ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളത്. മിക്കവാറും നാളെ തന്നെ കാണും. ഐ ഹോപ്പ് ഹി വിൽ ഡു ഹിസ് ബെസ്റ്റ്. കാരണം 1 മിനിറ്റിനകത്ത് ആ കാറിനകത്ത് വെച്ചിട്ടുള്ള എമൗണ്ട് എടുത്തിട്ട് വരാം. അത് എത്ര എടുത്തിട്ട് വന്നാലും ദാറ്റ് ഈസ് ഹിസ് മണി. 1 മിനിറ്റിനകത്ത് ഉള്ളിൽ ഹൗസിനകത്ത് കയറിയില്ലെങ്കിൽ ഹി വിൽ ബി ഔട്ട്. ബട്ട് വാട്ട് എവർ, എനിക്ക് തോന്നുന്നു നെവിൻ അത് നന്നായിട്ട് തന്നെ ചെയ്യും. സോ ഇന്നത്തെ ഒരു ഹാപ്പി അപ്ഡേറ്റ് ഇതാണ്. സെക്കൻഡ് വൺ, എനിക്ക് വീണ്ടും ഹാപ്പി ആയിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് അറിയോ, ഞാൻ വിചാരിച്ചിരുന്നത് നൂറ ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറഞ്ഞപ്പോൾ ടോപ്പ് 5 ഒരാളെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ സംഭവം അങ്ങനെ അല്ല കേട്ടോ. നമ്മുടെ നൂറ ഫൈനൽ വീക്കിലോട്ട് മാത്രമാണ് സെലക്ട് ആയിട്ടുള്ളത്. ആൻഡ് ദാറ്റ് ഓൾസോ മെയ്ഡ് മീ സോ ഹാപ്പി. കാരണം നൂറ ടോപ്പ് 5 വരാൻ അർഹതപ്പെട്ട ഒരു ഡിസേർവിംഗ് ആയ ഒരു കാൻഡിഡേറ്റ് ഒന്നും അല്ല. അപ്പോൾ ദാറ്റ് ഓൾസോ മെയ്ഡ് മീ സോ ഹാപ്പി. പിന്നെ അനുവിനെ കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഫൈനൽ വീക്കിലോട്ട്. അനു പിന്നെ ഓൾറെഡി നമുക്കറിയാം PR ഉള്ളൊരു വ്യക്തിയാണല്ലോ, പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഇത്രയും ഹാപ്പി. എനിവേ നെവിൻ ഫാൻസ് എല്ലാവരും ഇപ്പോൾ നല്ല ഹാപ്പി ആയിരിക്കും, ഞാൻ ഉൾപ്പെടെയുള്ളവർ. എൻ്റെ അമ്മയൊക്കെ ഭയങ്കര നെവിൻ ഫാനാണ് കേട്ടോ. ഇവിടെ പിള്ളേർ ചെറിയ മോൻ ആര്യൻ ഫാനാണെങ്കിലും ഞാൻ എപ്പോഴും ഒരു നെവിൻ ഫാനാണ്. ആൻഡ് ഹീ ഡിസേർവ്സ് ഇറ്റ്. കാരണം എപ്പോഴും റിപ്പീറ്റേറ്റീവായിട്ട് ഡ്രസ്സ് ഇടുന്ന ഒരു വ്യക്തിയാണ്. പൈസയുടെ ബുദ്ധിമുട്ട് അത്യാവശ്യം നല്ലോണം ഉള്ള ഒരു വ്യക്തി തന്നെയാണ് നെവിൻ. സോ അങ്ങനെയുള്ള ആൾക്കാർക്കാണല്ലോ കൊടുക്കേണ്ടത്, അല്ലാതെ ഡിസേർവിംഗ് ആയ ആൾക്കാർക്ക് പോകണം, PR-കാർക്കല്ല പോവേണ്ടത്. ആൻഡ് ഇൻ ദാറ്റ് കേസ് നെവിൻ ഡിസേർവിംഗ് തന്നെയാണ്. So happy for Nevin anyways.